ഹരി ഓം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാൻ അങ്ങനെ ഈ ശരീരം എറണാകുളത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് ഏരൂർ അന്തിമഹാകാല ക്ഷേത്രത്തിൽ സപ്താഹം നടന്നപ്പോൾ ഞാൻ താമസിച്ച വീട്ടിലാണുള്ളത്. നാട്ടിലേക്കുള്ള ഇല്ലത്തേക്കുള്ള യാത്രാമധ്യയാണ് ഞാനിവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ സപ്താഹത്തിന് താമസിച്ച ഗൃഹമാണ്. അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആത്മബന്ധുക്കൾ, വൈഷ്ണവ ബന്ധുജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് വാസന്തി അമ്മയാണല്ലോ. ഈ അമ്മയായിരുന്നു ഏരൂർ അന്തിമഹാകാല ക്ഷേത്രത്തിൽ സപ്താഹം പ്രാർത്ഥിച്ചത്. ഈ അമ്മയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സപ്താഹം നടത്താൻ സാധിച്ചത്, ഇവരൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത്. അല്ലേ? സപ്താഹത്തിന് ഓർമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ? രാവിലത്തെ നെയ്വിളക്ക് പ്രദക്ഷിണം അല്ലേ? എല്ലായിടത്തും ചെയ്യാം. അതൊരു എനിക്ക് ഭയങ്കര ഒരു ഊർജ്ജമാണ്. എല്ലാവരും ചേർന്നിട്ടില്ലേ? രാവിലെ ആൾക്കാരും വന്നില്ല. അവസാനം ഭഗവാനെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്തു തന്നല്ലോ എന്ന് ഓർക്കുമ്പോഴേ എന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പോകും അവിടെ. അപ്പൊ എന്റെ അന്തിവള എന്നാ ഭഗവാനെ എന്റെ സപ്താഹം നടത്തി, എന്നാ ഭഗവാനെ എന്റെ സപ്താഹത്തിൽ. അപ്പം എന്റെ മനം പറയും, മനസ്സ് പറയും, ധൃതി പിടിക്കാതെ വാസന്തി, നല്ലൊരു നേരം നോക്കട്ടെ, ധൃതി പിടിക്കാതെ വാസന്തി, നിനക്ക് നല്ലൊരു നേരം സമയം ഞാൻ തരാം, നീ വിഷമിക്കാതെ, നിന്റെ ആഗ്രഹം സാധിക്കും എന്നും ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി പറയും. ഈ മനസ്സ് എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം സാധിക്കുന്നു. അങ്ങനെ അവിടുത്തെ തിരുമേനി പറഞ്ഞപ്പോൾ തിരുമേനി രണ്ടുപേരെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോളൂ. പിന്നെ തിരുമേനി എന്നോടൊന്നും വേണ്ടി എനിക്ക് സങ്കടം കൂടി. എന്ന് വെച്ചാൽ ഇത് നടന്നില്ലെങ്കിൽ ഞാനും ഇടയ്ക്ക് വലിച്ചു പോയി കിടക്കില്ലേ ഇവിടെ, അത് കൊണ്ടിട്ട് അത് കിടക്കില്ല, അത് കൊണ്ടിട്ട് എനിക്ക് സങ്കടമായി പോയി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് വഴിപാടൊന്നും പ്രത്യേകിച്ച് തീർന്നിട്ടില്ല. പക്ഷെ ഭഗവാൻ പ്രാർത്ഥന നാലാമത്തെ കൊല്ലം ഇത്രയും. അതിനിടയിൽ കൊറോണ വന്നില്ലേ, അതിനൊന്നും നടത്താനിരുന്നതാണ്. അതിനെല്ലാം റെഡിയാക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് തിരുമേനി എന്തായാലും എല്ലാരും പറഞ്ഞത് തിരുമേനിയെ കൊണ്ടുവന്നൊരു ഉത്സവമാക്കി തന്നതില് വാസന്തി ചേച്ചിയോട് ഞങ്ങൾക്ക് വളരെ കഴിഞ്ഞ അതും ഏതായാലും പ്രസാദം ബോംബെയിൽ നടന്ന സത്സംഗത്തിന്റെ ചരടൊക്കെയാണ്, ചരടാണ് കേട്ടോ. സന്തോഷമായി കണ്ടോ. ഇവരൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോ. മനീഷ. ആ നമസ്കാരം. ബിന്ദുവാണ്, അനിത, മാമ ചേച്ചി, മറ്റേ പ്രഭ ചേച്ചി. അവർക്ക് നമ്മളെ എത്രയോ കാലത്തെ പരിചയമാണ്. ഇപ്പൊ കടയടച്ചോ? ഇല്ല. എന്നാലൊന്ന് കണ്ടാൽ തന്നെ സന്തോഷം. മോനേട്ടാ ഒരു ഹായ് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഗൃഹമാണ്, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ചേച്ചി എന്തായാലും ചേച്ചി നമ്മൾ വിളിച്ചാട്ടെ. ഇവരൊക്കെ നമ്മളെ സപ്താഹത്തിൽ പരിചയപ്പെട്ട ബന്ധുക്കളാണ്. സപ്താഹത്തെ കുറിച്ചൊന്നും പറയേണ്ട പറഞ്ഞു. അന്ന് സപ്താഹം കേട്ട് കഴിഞ്ഞ അന്ന് തൊട്ട് വിചാരിക്കണായിരുന്നു. ഓരോ സ്ഥലത്ത് തിരുവല്ലായിലെ സത്രം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ടി വിയിൽ കണ്ടപ്പോ തോന്നി ഇത് നമ്മൾ കണ്ടേ. പിന്നെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അന്ന് തൊട്ട് ഞാൻ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരത്തോട് പറഞ്ഞതേ ഉള്ളൂ, വാച്യവാദ്യൻ സ്വാമിയുടെ ഇത് കേൾക്കണുണ്ട്, ഞാൻ എന്നും യൂട്യൂബിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി എന്നെ വിളിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കാണെങ്കിൽ ഇന്ന് ഓൺലൈനിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും. എപ്പോൾ പോകണം എനിക്ക് ആരതി ഒഴിയാൻ വേണ്ടിയിട്ട്. എന്താ പറയണ്ടെന്ന് അറിയില്ല, സന്തോഷം കൊണ്ട്. സത്യം. സന്തോഷം. അവരും പറഞ്ഞു. എല്ലാരും ഓർമ്മ തിരുമേനിയെന്നും ഓർക്കുന്നില്ല. അത് ആർക്കും മറക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതിനിടയിൽ പ്രഭ ചേച്ചി നമ്മൾ യാത്ര പോയി ഒരുമിച്ച് കൊച്ചുമോളെ. അതെ അതെ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം തീരുമാനിച്ചു. അങ്ങനെ മോനായിട്ട് വിളിച്ചു. മോനായിട്ട് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വരൂല്ല. എപ്പോഴും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം നമുക്ക്, അതാണ് പ്രധാനം കേട്ടോ. അല്ല, കോട്ടയത്ത് നിന്ന് വരുന്ന വഴിയാണ്. എന്റെ നാട്ടിലോട്ട് ഇല്ലത്തേക്കാണ്. നാളെ നേരത്തെ എത്തേണ്ടതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ബസ്സിന് പോകുന്നത്. അവിടെ ഒരു ഉപനയനുണ്ട് നാളെ.
സുഖമായിട്ട് പോകുന്നു. എപ്പോഴും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ അല്ലേ? ഓക്കെ.